ലോക്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു 5 ഇയേഴ്സ് ബാക്ക് ഞാൻ കുറച്ച് മെമ്മറീസ് ഒക്കെ സോർട്ട് ചെയ്തിട്ട് ഒരു ടൈം ക്യാപ്സ്യൂൾ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 വർഷത്തിന് ശേഷം ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ പഴയ ചാനലിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ അതിനുശേഷം അത് എപ്പോഴും ഡിലീറ്റ് ആക്കി. വീണ്ടും എന്താ ഞാൻ വെച്ചെന്ന് എടുത്ത് നോക്കുന്നത് കൊണ്ട് ഇന്ന് ഞാൻ 5 വർഷമായില്ലേ, അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു ബോക്സ്, അന്ന് നമ്മൾ എടുത്തു വെച്ച ബോക്സ് ഈ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ഇതാണ് ഞാൻ അന്ന് ചെയ്ത് വെച്ചിരുന്നത്. ആക്ച്വലി ഇതൊരു ഫോണിൻ്റെ കേസാണ്, ഫോണിൻ്റെ ബോക്സാണ്. നമുക്ക് ഫോൺ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് ഇല്ലേ, ആ ബോക്സിൻ്റെ അകത്തായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ ടൈം ക്യാപ്സ്യൂൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. എനിക്ക് വേണ്ടി ഒരു ലെറ്ററൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വായിക്കുമ്പോൾ വിഷമം വരുമായിരിക്കാം, നോക്കാം നമുക്ക്. അപ്പോൾ ഇന്ന് ഇത് തുറക്കുന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അത്രയേ ഉള്ളൂ. വെൽക്കം ടു പിപ്സ് പോക്കറ്റ്. 2020 ഞാൻ ഈ ടൈം ക്യാപ്സ്യൂള് സെറ്റ് ചെയ്യുന്നത്. സഫ വിത്ത് പെൻ എന്ന ചാനലിലെ സഫയിത്താടെ വീഡിയോ കണ്ടിട്ടാണ് ഞാനും ആദ്യമായി ടൈം ക്യാപ്സ്യൂളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് ഇതിലുള്ള മെമ്മറീസൊക്കെ എടുത്ത് വെക്കുന്നതും ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാനൊരു ടൈം ക്യാപ്സ്യൂൾ ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ എടുത്ത് നോക്കുമായിരുന്നു എന്തൊക്കെയാണ് വെച്ചത്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് പഴയ ചാനലിൽ നിന്ന് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. പിന്നെ ഈ കാണുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുന്നേ, അതായത് ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്തിരുന്ന എൻ്റെ ഫോണിൻ്റെ കേസാണ്. നോർമൽ ക്ലിയർ സിലിക്കൺ കേസായിരുന്നു. അത് മഞ്ഞ പിടിച്ച് ആകെ പന്നലായപ്പോൾ ഞാനാണ് അതിൻ്റെ മുകളിൽ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഫോണിൻ്റെ അതൊരു ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു ഹാർഡ് കേസാണ്. ഒത്തിരി പഴയ ഫോണാണ്. അപ്പോൾ ആ ഒരു ഫോണിൻ്റെ ബാക്ക് കവറായിരുന്നു ഇത്. നോർമൽ ട്രാൻസ്പെറൻറ്റ് സിലിക്കൺ കേസ് ആയിരുന്നു. അതിൽ പേപ്പറൊക്കെ ഒട്ടിച്ച് ഇതുപോലെ എസ്തെറ്റിക് ലുക്കിലൊക്കെ ആക്കി മാറ്റി. ഇപ്പോൾ കണ്ടില്ലേ, ഫുള്ളാകെ അലമ്പായി. അത് ഞാനന്ന് എടുത്ത് വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ അന്ന് ഇതെല്ലാം ഞാൻ ചെയ്ത ബാക്കിൽ ഈ റൈറ്റിങ്സും കാര്യങ്ങളും ഒക്കെ സ്റ്റിക്കേഴ്സും അല്ലാത്തതും ഒക്കെ ഒട്ടിച്ച് ലാസ്റ്റ് മറ്റേ നെയിൽ പോളിഷിൻ്റെ വാർണിഷൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ ഈ ഗ്ലേസിങ് ഒക്കെ ഞാൻ കൊണ്ടുവന്നത്. അങ്ങനെ ഒരു എൻ്റെ പഴയ ഫോൺ കേസാണ് ഞാൻ ലാസ്റ്റായിട്ട് അത് വെച്ചിരുന്നത്. ഇനിയുള്ളത് +2 കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞങ്ങളുടെ ജൂനിയേഴ്സ്, +1 +2 പഠിച്ചെടുത്ത് ഞങ്ങളുടെ ജൂനിയേഴ്സ് ഞങ്ങൾക്ക് ഫെയർവെല്ലിന് തന്ന ഒരു കുഞ്ഞു കാർഡാണ് കേട്ടോ ഇത്. അതിൽ എല്ലാവരുടെ പേര്, ഇപ്പം എൻ്റെ പേര് ഇതിൽ എഴുതിയിട്ടുണ്ട്, ഷിഫ എന്ന്. എന്നിട്ട് അവരുടെ ഒരു വിഷസും അവരുടെ ഒരു തോട്ടൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ ജൂനിയേഴ്സ് തന്നൊരു കുഞ്ഞി ഫെയർവെൽ കാർഡാണിത്. കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ. അനിയത്തീസ് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു അനിയത്തിമാർ, ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കേട്ടോ. ദെൻ ഇത് ഞാൻ എനിക്ക് വേണ്ടി എഴുതിയ ഒരു കുഞ്ഞി ലെറ്ററാണ്. ഞാൻ ആ ലെറ്റർ ഇവിടെ കാണിക്കുന്നില്ല, കാരണം ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും അത് വായിച്ചതിന് ശേഷം നല്ല ഇമോഷണൽ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞി ലെറ്റർ ഞാൻ എനിക്ക് വേണ്ടി എഴുതിയതാണ്. ഇതും ഞാനിങ്ങനെ ജൂട്ട് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ആരും തുറക്കാതിരിക്കാൻ 5-6 തവണയൊക്കെ ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബ്രൗൺ ഷീറ്റിൽ ഞാനിത് ചെയ്തിരിക്കുന്നതേ നമ്മുടെ ഈ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബ്രൗൺ ഷീറ്റില്ലേ, ആ ബ്രൗൺ ഷീറ്റിൻ്റെ സൈഡ് ഫുള്ള് കീറിയിട്ട് ഒരു വൈറ്റ് പേപ്പർ ഇൻസൈഡിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡ് മുഴുവനും മറ്റേ കത്തിച്ചില്ലേ, നമ്മൾ തീപ്പെട്ടി കത്തിച്ച് ഒരു വിൻറ്റേജ് സെറ്റപ്പൊക്കെ ആക്കിയാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. എനിക്ക് വേണ്ടി ഞാൻ 5 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കുഞ്ഞി ലെറ്ററാണ് കേട്ടോ ഇത്. അത് വായിച്ച് ആകെ ഹാലായി. ദെൻ ഈ കാണുന്ന ഓരോ പേപ്പേഴ്സും ക്ലാസ് ടൈമിൽ ഫ്രണ്ട്സുമായിട്ടിരുന്ന് എഴുതുന്നതാണ് കേട്ടോ. ഇനിയുള്ള കംപ്ലീറ്റും ലെറ്റേഴ്സാണ്. കണ്ടില്ലേ, ബോക്സ് നിറച്ച് ലെറ്റേഴ്സാണ്. ഒരു കുഞ്ഞി പേപ്പർ പോലും വിട്ടിട്ടില്ല. എല്ലാ പേപ്പറിലും ഇതുപോലെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ട് എന്ത് പേപ്പർ കൈ കിട്ടിയാലും അന്ന് ഫോണോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഹോസ്റ്റലിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ പേപ്പറിൽ ചാറ്റ് ചെയ്ത് കളിക്കും. അങ്ങനെ നമ്മൾ വാട്സപ്പിൽ കാണുന്ന രീതിയിലൊക്കെ വരച്ച് ചാറ്റ് ചെയ്ത് കളിക്കും.
അങ്ങനെ കുറേ മെസ്സേജസ് ഈ കാണുന്നതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ അന്ന് പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടി ദുആ കാര്യങ്ങളൊക്കെ ഷോർട്ടാക്കി എഴുതി വെച്ചതാട്ടോ. പിന്നെ ഒത്തിരി പേര് തന്ന കുറേ കാര്യങ്ങൾ ഇതൊക്കെ കണ്ടോ, കുത്തി വരച്ച പേപ്പർ വരെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫോർ എവർ ഇതൊക്കെ കണ്ടോ, ഹാപ്പി ന്യൂ ഇയർ 2020. ഓ എനിക്ക് വയ്യ. ഇതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തരുന്ന കേട്ടോ. ഞാൻ അവിടെ +2 പഠിക്കുമ്പോൾ അതിൻ്റെ താഴെ സ്കൂളിലും +1 ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഇത്താത്തമാരെന്ന് പറഞ്ഞൊക്കെ തരുന്നതാണ്. ഇതൊക്കെ വാട്സപ്പ് പോലെ ചിറ്റാറ്റ് ചെയ്ത് കളിക്കുന്നതാണ്. ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് പഠിക്കാതെ ചെയ്യുന്ന ഓരോ പരിപാടികളാണ്. സോ നിങ്ങളും ഇതുപോലെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ലൈഫിൽ. എനിക്ക് തോന്നുന്നു ഈ കാലത്തുള്ള കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റി വലിയ അറിവില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കും, എനിക്കറിയില്ല. ഇതൊക്കെ ഓരോ ലെറ്റേഴ്സാണ്. ഡിയർ ഷിഫ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ആ സിറ്റുവേഷനിൽ എന്താ ഫ്രണ്ട്സും എല്ലാവരും എഴുതി തരുന്ന കുഞ്ഞി ലെറ്റേഴ്സ് നമ്മൾ ചാറ്റ് ചെയ്തതും കണ്ടോ. ഓരോ ലെറ്ററിലും ഓരോ ഹാൻഡ് റൈറ്റിംഗ് കാണാം. പലരുടെയും ഹാൻഡ് റൈറ്റിംഗ് ആണ്. എല്ലാവരുടെയും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മിസ് യു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എല്ലാവരും. ഇതിൽ ഇപ്പം ഞാനിത് അൺബോക്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഉമ്മ വന്ന് ഇത് നോക്കി. അപ്പോൾ അതിലാദ്യം കണ്ടത് പട്ടി എന്നുള്ളൊരു വിളിയായിരുന്നു. കാരണം ഫ്രണ്ട്സ് അല്ലേ, നമ്മൾ അന്ന് തൊട്ടേ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊണ്ണച്ചി എന്നൊക്കെ ചക്കച്ചി എന്നൊക്കെ വിളിക്കുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വിളിക്കുന്ന ഓരോ പേരുകൾ. അതൊക്കെ ഇത് ഫീസ് അടച്ചതിൻ്റെ ബില്ല് കണ്ടോ, കുഞ്ഞി പേപ്പർ പോലും വിട്ടിട്ടില്ല, എല്ലാത്തിലും എഴുതി കളിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു മെമ്മറീസൊക്കെ ഓർക്കുക. ടൈം ടേബിൾ ഉണ്ടോ ഓർക്കുക. കാരണം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതൊക്കെ എന്ത് വലിയ കാര്യങ്ങളാണ് കഴിഞ്ഞ് പോയത് എന്ന് ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. കാരണം ആ കാലഘട്ടം ഒന്നും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഇതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി കിട്ടിയ കുറേ ലെറ്റേഴ്സാണ്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ഓടിച്ച് എല്ലാം ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം സമാധാനമായിട്ടിരുന്ന് ഒന്നേന്ന് വായിക്കണം എനിക്ക്. സോ ഇതുപോലെ ടൈം ക്യാപ്സ്യൂളും കാര്യങ്ങളൊക്കെ നിങ്ങളും ഇപ്പം ലൈഫിൽ നമുക്കിങ്ങനെ കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും, ഇപ്പോൾ എവിടെയെങ്കിലും പോയതിൻ്റെ ഒരു ബെസ്റ്റ് ടിക്കറ്റ് ആണെങ്കിൽ പോലും അത് സൂക്ഷിച്ച് വെക്കുക. പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് കാണുമ്പോൾ ഇതൊക്കെ വലിയ മെമ്മറീസാണ്. ഇതിപ്പോൾ ചെറിയ നിസ്സാര കാര്യമായി തോന്നുമെങ്കിലും ഇതൊക്കെ ഭാവിയിൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങളാണ്. സോ എൻ്റെ ഒരു ചെറിയ ക്യാപ്സ്യൂൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടിട്ടാണെങ്കിലും ഇൻസ്പയർ ആയിട്ട് നിങ്ങളും ഇതുപോലെ കുഞ്ഞി എന്താ പറയുക കാര്യങ്ങളൊക്കെ ശേഖരിച്ച് ഒരു ബോക്സിലാക്കി ഒരു മെമ്മറി ബോക്സ് പോലെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. നമുക്ക് ഈ വർഷത്തെ ഒരു ടൈം ക്യാപ്സ്യൂൾ വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞ് ടൈം ക്യാപ്സ്യൂളിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കുക. കാരണം ഇതുപോലുള്ള ഓരോ മെമ്മറീസ് നമ്മൾ ഫ്യൂച്ചറിൽ എടുത്ത് നോക്കുമ്പോൾ, ഭാവിയിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ്. കാരണം ആ ഒരു മെമ്മറീസിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വിഷമം വരും. എനിക്ക് ശരിക്കും ഇന്നത് ഫ്രണ്ട്സൊക്കെ എഴുതിയ ലെറ്ററൊക്കെ വായിച്ചപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഒരു എന്താ പറയുക, ഒരു സാഡ് ഫീൽ ആയിരുന്നു. സോ ഈ വർഷം ചെയ്ത ഒരു 5 വർഷത്തിന് ശേഷം തുറക്കുന്ന ഒരു ടൈം ക്യാപ്സ്യൂൾ വീഡിയോ കൂടെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. സോ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആരും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമുണ്ട്. സോ വെൽക്കം ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.